2024 നമ്മൾ പുതിയൊരു വാഹനം എടുക്കുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയ കൺസേൺ ആണ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. അത് നിർബന്ധമാണ്. എഞ്ചിൻ റിഫൈൻമെൻറ്റോ ഫ്യൂൽ എഫിഷ്യൻസിയോ ആഫ്റ്റർ സർവീസോ ഒന്നുമല്ല ആൾക്കാർ നോക്കുന്നത്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനം വേണം. മാരുതിയുടെ ലൈനപ്പിൽ ഇത്രയും കാലം അങ്ങനെ ഒരു മുതലില്ലായിരുന്നു. പക്ഷേ ഇന്ന് മാരുതി ലൈനപ്പിൽ ചെന്നാലും നമുക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനം സ്വന്തമാണ്. അതാണ് ഏറ്റവും പുതിയ ഡിസയർ. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ട് ഇതിൻ്റെ ലുക്ക് കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കറങ്ങി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്നാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്നാണ് അതിനുള്ളൊരു അവസരം റെഡിയായത്. ഒരു രക്ഷയില്ല. ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മാരുതിയുടെ ആ ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ, വളരെ സിമ്പിളായിട്ടും നമുക്ക് ഒരു കുറ്റമോ കുറവോ പറയാനില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ്. പിന്നെ മാരുതിയുടെ ഉഗ്രൻ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ആണെങ്കിൽ കൂടി 4 സിലിണ്ടറിന് വരെ വെല്ലുന്ന റിഫൈൻമെൻറ്റും ഫ്യൂൽ എഫിഷ്യൻസിയും കൊണ്ട് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ മുകളിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവ്, നല്ല യാത്രാസുഖം, അത്യാവശ്യം സൺറൂഫും 360 ഡിഗ്രി ക്യാമറ പോലുള്ള നിരവധി ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഡിസയർ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം സ്വിഫ്റ്റ് എടുക്കണോ അതോ സ്വിഫ്റ്റ് ഡിസയർ എടുക്കണോ എന്ന് നോക്കുമ്പം ഡിസയർ ഒരു ടാക്സി ലുക്കേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വിഫ്റ്റാണ് കുറച്ചുകൂടി ഫാമിലി കാറായിട്ടും എല്ലാവരും ഓപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഡിസയറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇത്രയും കാലം സ്വിഫ്റ്റിന് ബൂട്ട് ഫിറ്റ് ചെയ്തൊരു മോഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ജെൻ നോക്കിയാലും സെക്കൻഡ് ജെൻ നോക്കിയാലും തേർഡ് ജെൻ നോക്കിയാലും. പക്ഷേ 4th ജനറേഷൻ ഡിസയർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡിസയറിൻ്റെതായ ഒരു ഫേസ് കട്ടും ആ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ വന്നത്. ഇന്ന് 2024 എന്നോടൊരാൾ ചോദിക്കുകയാണ് സ്വിഫ്റ്റ് എടുക്കണോ അതോ ഡിസയർ എടുക്കണോ. ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ഡിസയർ ആയിരിക്കും. കാരണം ഇവൻ്റെ ഫീച്ചേഴ്സ്, ലുക്ക്, കംഫർട്ട്, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, എല്ലാ കാര്യങ്ങളും കൊണ്ടും തികഞ്ഞൊരു മോഡലാണ് ഈ കാണുന്ന സ്വിഫ്റ്റ് ഡിസയർ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകും. ഏറ്റവും പുതിയ ഡിസയറിൽ തന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തതിൻ്റെ ഫ്രണ്ട് ഫേസ് തന്നെയാണ്. ഓഡി A4 സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ്, വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതും പ്രൊജക്ടർ LED സെറ്റപ്പാണ് വരുന്നത്. തൊട്ട് താഴെ DRLും കാണാം. പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ല്. ഇപ്പോൾ ക്രോമൊക്കെ ഔട്ടായെന്ന് മാരുതിക്ക് മനസ്സിലാക്കി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ്. അവിടെ ആ ഒരു ക്രോം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു സ്മോക്ക് ക്രോം ഫീലാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു എയർ ഡാം യൂണിറ്റ് കാണാം, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുതിയ ഈ ഒരു കളർ, ഒരു ബ്ലൂ കളർ, ഒരു രക്ഷയില്ല. ഭയങ്കര ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാരുതിയുടെ വാഹനങ്ങളൊക്കെ ഇപ്പോഴും ഡെവലപ്പായി ഇപ്പോൾ ലുക്ക് വൈസ് ആണെങ്കിലും സേഫ്റ്റി വൈസ് ആണെങ്കിലും ഫീച്ചർ വൈസ് ആയാലും എല്ലാം കയറി നിൽക്കുകയാണ്. പിന്നെ പണ്ട് തൊട്ടേ മാരുതി വാഹനം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മാരുതി എടുത്ത ഒരിക്കലും വഴി കിടക്കത്തില്ല എന്നുള്ള കാര്യം. കാരണം ഇവൻ്റെ എഞ്ചിൻ റിഫൈൻമെൻറ്റ് അത്രത്തോളമാണ്. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി, നല്ല ഉഗ്രം സർവീസ്. ഇത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എങ്കിലും വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് മാരുതി എന്ന ബ്രാൻഡ്. ഇപ്പോൾ ഫ്രണ്ട് ഫേസ് ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആർക്ക് കണ്ടാലും ഒരു കുറ്റം പറയാനില്ല, അമ്മാരിയാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ അറിയാം ഇതൊരു കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. 2008 എൻ്റെ ഓർമ്മ ശരിയാണ്, 2008 ഏറ്റവും ആദ്യമായിട്ട് ഒരു കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലോട്ട് ഡിസയർ എന്ന മോഡൽ കടന്നു വരുന്നത്. അതിനുശേഷം വലിയൊരു വിപ്ലവമായിരുന്നു. ഇന്ന് കോമ്പാക്ട് SUV ക്ലിക്കായി നിൽക്കുന്ന പോലെയായിരുന്നു അക്കാലത്തൊക്കെ ഈ ഒരു കോമ്പാക്ട് സെഡാൻ. കാരണം ഡിക്കിയുള്ളൊരു വാഹനം വേണം എന്നൊക്കെ ഉള്ള എല്ലാവരുടെയും അന്നത്തെ കാലത്ത് താല്പര്യമായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഡിസയർ ക്ലിക്കായെന്ന് മനസ്സിലാക്കി തൊട്ട് പിന്നാലെ ഫോർഡ് അസ്പയർ ലോഞ്ച് ചെയ്തു. പിന്നീട് അമേസ് ഇതിൻ്റെ പ്രധാന കോമ്പറ്റീറ്റർ, അതിപ്പോഴും റണ്ണിങ് ആണ്. പിന്നെ ഹ്യുണ്ടയുടെ എക്സെൻ്റ് എന്നുള്ളൊരു മോഡൽ. അങ്ങനെ ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഈ വാഹനത്തിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സൊക്കെ ചുരുങ്ങി ഇപ്പോൾ ഏറ്റവും പുതിയ അമേസ് ആണ് നമുക്കിതിന് പ്രധാനപ്പെട്ട ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ എന്നൊക്കെ പറയാവുന്നത്. കാരണം ഈ ഒരു കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ ഇപ്പോൾ എടുത്തു പറയത്തക്ക വണ്ടിയൊന്നും ഇല്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എപ്പോഴും ഡിസയർ തന്നെയായിരിക്കും. കാരണം എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഈ വാഹനത്തിനോടുണ്ട്. പിന്നെ ഈ ഏറ്റവും പുതിയ ഫേസ് വന്നപ്പോൾ തീർത്തും എന്നെ അട്രാക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൈഡ് പ്രൊഫൈലും അത്യാവശ്യം ചെറിയ ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു കോമ്പാക്ട് സെഡാൻ്റെതായിട്ടുള്ള എല്ലാ രൂപഭാവമുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ടയർ സൈസിലോട്ടൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ഏകദേശം 185, 65, 6, 15 ഇഞ്ച് ടയറാണ് കൊടുത്തിട്ട്. ഇപ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു പ്രിസിഷൻ കട്ട് അലോയ് വീലും നമുക്ക് കാണാം. മിറേഴ്സിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. മിറേഴ്സിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രോം ബെൽറ്റ് വാഹനത്തിൻ്റെ ചുറ്റും പോകുന്നത് അതും തീർച്ചയായിട്ടും ഒരു ഭംഗി നമുക്ക് നൽകുന്നുണ്ട്. അത് മാത്രമല്ല ഷാർഫിൻ ആൻറ്റിന, ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, നമുക്കൊരു ഹാച്ച് ബാഗിൽ കിട്ടുന്ന ആ ഒരു സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ വാഹനത്തിന് കിട്ടും. അതുകൊണ്ട് തന്നെ അടി തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ഡിസൈനും സൈഡ് ഡിസൈനൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ റിയർ സൈഡ് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. എൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ മൊത്തവും മാറി. കാരണം സൈഡും ഫ്രണ്ടും എങ്ങനെയാണോ അത്രത്തോളം ഭംഗിയായിട്ട് തന്നെയാണ് റിയർ സൈഡും കമ്പനി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കുന്ന പോലത്തെ സ്മോക്ഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ്, അത് LED സെറ്റപ്പ്, അത് കിഡിലുമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണക്റ്റിംഗ് ക്രോം ഫിനിഷ്, അത് ഭംഗിയായിട്ടുണ്ട്. ഡിസയർ എന്നുള്ള ലോഗോ കാണാം. അത് മാത്രമല്ല ബേസ് മോഡിൽ തന്നെ നമുക്ക് ഈ ഒരു ലിപ് സ്പോയിലർ അവൈലബിൾ ആണ്. ഒരു ബോഡി കളർ ആണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു ഭംഗി, ആ ഒരു ക്യാരക്ടറും ഉണ്ട്. പിന്നെ ഇത്രയും കാലം മാരുതിയുടെ നോർമൽ ഒരു കീലെസ് എൻട്രി ഉള്ള കീ നോബാണ് ഈ കാണുന്നത്. പക്ഷേ ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ മാത്രമല്ലായിരുന്നു. ഇപ്പം ഏറ്റവും പുതിയ ഡിസയർ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ബൂട്ട് ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും.
അപ്പോൾ അതും കിടിലമാണ്. പിന്നെ ഒരു കോമ്പാക്ട് സെഡാൻ എടുക്കുമ്പോൾ എല്ലാവരുടെയും പ്രധാന ഉദ്ദേശം ബൂട്ട് സ്പേസ് എന്നുള്ളതാണ്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 സിലിണ്ടർ ഊറ്റി കയറ്റാൻ പറ്റിയ അത്രയും സ്പേസ് ഉള്ളൊരു ബൂട്ട് ലിഡ് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കവറിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് മാത്രം ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഇന്റീരിയർ കയറിയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഇന്റീരിയർ ആണ് കാണുന്നത്. സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് വേണ്ട പറയേണ്ട, എനിക്ക് ആ പഴയ ശീലത്തിൽ ഞാനങ്ങ് പറയുന്നത്. ഇപ്പോൾ സ്വിഫ്റ്റ് എന്നുള്ളൊരിതില്ല, ഡിസയറിൻ്റെ ഇന്റീരിയറിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഇതിൻ്റെ ഇന്റീരിയർ ടോട്ടലി ഡിഫറൻ്റ് ആണ് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്. കാരണം ഒരു ബീജും ഒരു വുഡൻ ഫിനിഷൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പ്രീമിയം ആക്കി എടുത്തിട്ടുണ്ട്. AC യുവിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ബലെനോയിൽ കണ്ടതാണെങ്കിൽ കൂടി അതൊക്കെ അങ്ങേയറ്റം പ്രീമിയം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 9-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൽ 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാം. അത് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, അതും ഭംഗിയായിട്ടുണ്ട്. അത് ഫ്ലാറ്റ് ബോട്ടം ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ലെതർ റാപ്ഡ് ആണ്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, ഇതൊക്കെ നമ്മൾ ബലെനോയിൽ കണ്ടത് തന്നെയാണ്, എങ്കിൽ കൂടി അതൊക്കെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുള്ളി അനലോഗ് ആയിട്ടുള്ള മീറ്റർ കൺസോൾ, നടുക്കൊരു ചെറിയ MIDയും കാണാം. പിന്നെ വയർലെസ് ചാർജിങ്. പിന്നെ അതേ കണ്ടോ, സൺറൂഫ്. ആദ്യമായിട്ടാണ് ഡിസയറിൽ സൺറൂഫ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു കോമ്പറ്റീറ്ററുമായിട്ട് നോക്കാൻ നേരത്തും ഡിസയറിന് മാത്രമേ സൺറൂഫ് ഉള്ളതായിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ അറിവ്. പിന്നെ അതേ ബീജ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇന്റീരിയർ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്, 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, 9-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സൺറൂഫ്, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഡോർ പാഡിലോട്ടൊക്കെ വരുവാണെങ്കിലും മിററൊക്കെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്കിൻ്റെ കൺട്രോളൊക്കെയാണ് അവിടെ കാണുന്നത്. പക്ഷേ ഓട്ടോ ഡിമ്മിങ് മിറർ കൊടുത്തിട്ടില്ല. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ടോപ്പിൻ്റെ ഏറ്റവും അറ്റത്തെ വേരിയൻ്റാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പോലും ഒരു ഓട്ടോ ഡിമ്മിങ് മിറർ കൊടുക്കാനായിട്ട് കമ്പനി വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ നോർമൽ സൺവൈസർ, അവിടെ മിറേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ലേഔട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ ഡിസയറിൻ്റെ റിയർ സൈഡിലാണ് ഇരിക്കുന്നത്. ഒരു രക്ഷയിൽ നല്ല ഗ്ലാസ് ഏരിയ, പിന്നെ ഈ സൺറൂഫ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയാം നല്ല പ്ലസൻറ്റ് ഫീൽ ഉണ്ട്. അത് മാത്രമല്ല ബീച്ച് ഇന്റീരിയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലസൻറ്റ് ഫീൽ എപ്പോഴും ക്യാബിനിൽ കിട്ടും. പിന്നെ സ്പേസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, നല്ല ഹെഡ് സ്പേസ്, തൈ സപ്പോർട്ടും തരക്കേടില്ല എന്ന് പറയാം. സെൻട്രൽ ടണലും അത്യാവശ്യം വലുതായിട്ടൊന്നും അല്ല, തീരെ താഴ്ന്നു തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഇനി 2 പേരെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്, അവിടെ 2 കപ്പ് ഹോൾഡർ, പിന്നെ റിയർ AC വെന്റ്, ഇങ്ങോട്ടും ചാർജിങ് പോയിന്റ്സും എല്ലാം കമ്പനി നൽകിയിട്ടുണ്ട്. ഡോർ പാഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഹാൻഡ് റെസ്റ്റ്, പവർ വിൻഡോയുടെ കൺട്രോൾസ്, ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്യാബിൻ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിയർ സൈഡും എല്ലാം കൊണ്ട് തികഞ്ഞാണെന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് സമ്മാനിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ നല്ല കുഷ്യനാണ്, സീറ്റിംഗ് കംഫർട്ടും റൈഡിങ് കംഫർട്ടും ഒരു രക്ഷയില്ല. കാരണം തീരെ താന്നൊരു പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് ഗ്രിപ്പും ആ ഒരു റൈഡിങ് കംഫർട്ടൊക്കെ എപ്പോഴും ഒരു കോമ്പാക്ട് SUV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെഡാൻസിനും ഹാച്ച് ബാക്കിനൊക്കെ ആയിരിക്കും എപ്പോഴും കയറി നിൽക്കുന്നത്, ഒരു പടി മേളിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും പുതിയ ഡിസയർ ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വെർഷനാണ്. ഓട്ടോമാറ്റിക്കും മാനുവലും നിങ്ങൾക്ക് ലഭ്യമാണ്. സെക്കൻഡ് വേരിയൻറ്റോട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടി തുടങ്ങുന്നത്. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, ഏറ്റവും പുതിയ നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കണ്ട അതേ സെയിം എഞ്ചിനാണ്. ഏകദേശം 113 ടോർക്കും 83 PHP-യോളം പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു നല്ല ഫ്യൂവൽ എഫിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യും. ഏകദേശം 25 കിലോമീറ്ററാണ് ഏറ്റവും പുതിയ ഡിസയർ ഓട്ടോമാറ്റിക്കിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. അപ്പോൾ അത് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാനിപ്പോൾ കുറച്ച് സമയം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വളരെ കംഫർട്ടബിൾ ആണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള കൺട്രോൾസ്, സ്റ്റിയറിംഗ് ഒക്കെ റിട്ടേൺ വരാനാണെങ്കിൽ ഒരു മടിയുമില്ല. പഴയ മാരുതിയുടെ സെറ്റപ്പൊക്കെ മാറി. പിന്നെ AMD റിഫൈൻഡ് ആയി ടൂണ്ടായി ഇപ്പം തീരെ ലാഗില്ലാത്തൊരു ട്രാൻസിഷൻ എന്നുകൂടി AMD വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസയർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓട്ടോമാറ്റിക് എടുത്തു എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നല്ല വിസിബിലിറ്റി, നല്ല സീറ്റിംഗ് പൊസിഷൻ, സെഡാനാണെങ്കിൽ കൂടി ഒരു ബ്ലൈൻഡ് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ലേഡീസിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് സിറ്റിയിലൂടെ വളരെ സമാധാനത്തോടെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു മോഡലാണ് ഏറ്റവും പുതിയ ഡിസയർ. എനിക്ക് ഈ താന്ന സീറ്റിംഗ് പൊസിഷൻ, ഇപ്പോൾ പല കോമ്പാക്ട് SUV നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാവരും കോമ്പാക്ട് SUVയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊട്ടും യാത്രാസുഖം ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അതൊരു ഇതുപോലുള്ള കോമ്പാക്ട് SUVs ഒന്നും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറയുമ്പോൾ മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ AMD തീരെ ലാഗില്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കട്ടുള്ള റോഡെ കൂടിയൊക്കെ ഇച്ചിരി സ്പീഡിൽ ഓടിച്ചപ്പോൾ പോലും സസ്പെൻഷൻ്റെ ഭാഗത്ത് നമുക്കൊരു ബോഡി റോളോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. വളരെ കംഫർട്ടബിൾ ആണ്. സീറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഒരു പൊസിഷൻ ആണെങ്കിലും സസ്പെൻഷൻ്റെ ട്യൂണിങ് ആണെങ്കിലും മൊത്തത്തിൽ നല്ല സെറ്റായിട്ട് തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിലൊന്നും യാതൊരു പോരായ്മയും തോന്നിയില്ല. 3 സിലിണ്ടർ ആണെന്ന് നമ്മൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ കണക്കെടുത്ത് പേപ്പറിൽ നോക്കുമ്പോഴും എഞ്ചിൻ റൂം തുറക്കുമ്പോഴും മാത്രമേ മനസ്സിലാകത്തുള്ളൂ.
അല്ലെങ്കിൽ ഇതൊരു 3 സിലിണ്ടറിൻ്റെ വൈബ്രേഷനോ റിഫൈൻമെൻറ്റ് കുറവോ ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഏറ്റവും പുതിയ ഡിസയർ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കുവാണെങ്കിൽ വേണ്ട വളരെ സ്പോട്ടി ആയിട്ട് കയറി പോകുന്നുണ്ട്. ആ AMD ചെറിയൊരു ഹെഡ് നാക്ക് ഉണ്ടെങ്കിലും വളരെ സ്പോട്ടി ആയിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകാം. വളരെ പെട്ടെന്ന് തന്നെ വാഹനം സ്പീഡ് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പറഞ്ഞുകൊണ്ടൊക്കെ വരണം. അപ്പോൾ ശ്രദ്ധിക്കണം. സേഫ്റ്റി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എങ്കിലും എപ്പോഴും ശ്രദ്ധിച്ചൊക്കെ മാത്രം വണ്ടി ഓടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ള ഏറ്റവും പുതിയ ഡിസയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി ഔട്ട്രോയിലോട്ട് കിടക്കാം. അപ്പോൾ ആർക്കും ധൈര്യമായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനമായിട്ടാണ് ഏറ്റവും പുതിയ ഡിസയർ എനിക്ക് അനുഭവപ്പെട്ടത്. പേഴ്സണലി എനിക്കൊരു കുറ്റമോ കുറവോ കണ്ടുപിടിക്കാനില്ല. എല്ലാം കൊണ്ടും തികഞ്ഞൊരു മോഡലെന്ന് പറയാം. അപ്പോൾ ഏറ്റവും പുതിയ ഡിസയർ വാങ്ങിക്കാനോ അല്ല മാരുതി ലെനപ്പുള്ള ഏത് വാഹനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കുണ്ടന്നൂരുള്ള ബൈജോ മോട്ടോഴ്സായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.